സ്വാമി ശരണം. കേരളത്തിൽ ഹിന്ദുക്കളും ക്രൈസ്തവരും കുത്തനെ കുറയുകയാണ്. സർക്കാർ രേഖകൾ തന്നെ അതിൽ പുറത്തു വന്നിരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമുക്കതൊന്ന് നോക്കാം. ജനസംഖ്യ വർദ്ധിക്കേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റി പൂജനീയ സർസംഘ ചാലകന്റെ ഈ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഒരു പ്രദേശത്തെ ജനസംഖ്യാ നിരക്ക് അഥവാ ടോട്ടൽ ഫെർട്ടിലിറ്റി നിരക്ക് 2.1% കുറവ് വന്നാൽ ആ പ്രദേശം തന്നെ സ്വയം ഇല്ലാതാകും എന്നാണ് അദ്ദേഹം കണക്കുകൾ ഉദ്ധരിച്ച് പ്രസംഗിച്ചത്. ജനസംഖ്യാ നിരക്ക് എന്ന് പറഞ്ഞാൽ 15-നും 49-നും മധ്യപ്രായമുള്ള സ്ത്രീകൾ ജന്മം നൽകുന്ന കുട്ടികളുടെ എണ്ണത്തിന്റെ കണക്കാണ് സൂചിപ്പിക്കുന്നത്. 1992-93 കാലയളവിൽ 3.4% രാജ്യത്തെ TFR നിരക്ക്, അതായത് 100 അമ്മമാർ 34 കുട്ടികൾക്ക് ജന്മം നൽകിയിരുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും 2019-2021 ആയപ്പോഴേക്കും ഭാരതത്തിലെ TFR നിരക്ക് 2 കുത്തനെ കുറഞ്ഞിരിക്കുകയാണ്. ഇത് കാണിക്കുന്നത് വളരെ അപകടകരമായ ഒരു സാഹചര്യം ആണ് എന്നാണ് മോഹൻ ഭാഗവത് ആ പ്രസംഗത്തിൽ സൂചിപ്പിച്ചത്. അദ്ദേഹം പറഞ്ഞ കണക്കനുസരിച്ചാണ് കാര്യങ്ങളുടെ പോക്ക് എങ്കിൽ കേരളത്തിലെ ഹിന്ദു ക്രൈസ്തവ വിശ്വാസികളുടെ എണ്ണം പ്രതിവർഷം കുറയുകയാണ് എന്ന് സംസ്ഥാന സർക്കാരും സമ്മതിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കേരള നിയമസഭയിൽ സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി കുറെ കാലം മുൻപ് അവതരിപ്പിച്ച രേഖകൾ ഈ സത്യത്തെ അംഗീകരിക്കുന്നത് തന്നെയാണ്. കേരളത്തിലെ സ്കൂളുകളിൽ 1-ാം ക്ലാസ്സിൽ പ്രവേശനം നേടിയ കുട്ടികളുടെ മൊത്തം എണ്ണവും ജില്ലാ അടിസ്ഥാനത്തിലുള്ള കുട്ടികളുടെ എണ്ണവും സൂചിപ്പിക്കുന്നത് കേരളത്തിൽ ഹിന്ദു ക്രൈസ്തവ പ്രദേശങ്ങളിലെ ജനസംഖ്യ കുത്തനെ കുറയുന്നു എന്നത് തന്നെയാണ്. എന്താണ് മന്ത്രി ശിവൻകുട്ടി നിയമസഭയിൽ പറഞ്ഞ കണക്ക് എന്ന് നിയമവിദഗ്ധനും വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് അനിൽ വിളയിൽ പറയുന്നു. ഭാരതത്തിലെ ജനസംഖ്യയുടെ വർധനവിനുണ്ടാകുന്ന കുറവിനെ പറ്റി രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ബഹുമാന്യ സർസംഘചാലകൻ മോഹൻ ഭാഗവത് കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി. ഏതെങ്കിലും ഒരു സമൂഹത്തിലെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ ജനസംഖ്യാ വർധനവ് 2.1% താഴെ പോകുന്ന ഒരു ഘട്ടമുണ്ടായാൽ സ്വാഭാവികമായും ആ വിഭാഗം നാച്ചുറലായ രീതിയിൽ നശിക്കപ്പെടുമെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞ ഒരു കണക്ക്. ജനസംഖ്യാ ശാസ്ത്രമനുസരിച്ച് അദ്ദേഹം പറഞ്ഞത് സത്യമാണ്. പല സ്ഥലങ്ങളിലും അപ്രകാരമുള്ള തെളിവുകൾ ലഭ്യമാണ്. ഈ ഒരു പ്രത്യേക സാഹചര്യമാണ് ഇന്ന് കേരളത്തിലെ ഹിന്ദു സമൂഹവും അഭിമുഖീകരിക്കുന്ന നമുക്ക് കണക്കുകൾ കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കറിയാം 10 വർഷം കൂടുമ്പോഴാണ് രാജ്യത്ത് സെൻസസ് അല്ലെ കാനേഷുമാരി കണക്കെടുപ്പുകൾ നടത്തുന്നത്. 2011 ഏറ്റവും അവസാനം ഔദ്യോഗികമായ സെൻസസ് രാജ്യത്ത് നടന്നു. 2021 കോവിഡ് മഹാമാരി കാരണം സർക്കാർ തലത്തില് കാനേഷുമാരി സെൻസസ് കണക്കെടുപ്പ് നടത്തുകയുണ്ടായി. പക്ഷേ കേരളത്തിലെ ഹിന്ദു ജനസംഖ്യ നേരിടുന്ന ഒരു വലിയ വെല്ലുവിളിയെ പറ്റിയുള്ള ഒരു പ്രാഥമികമായ സൂചന നമുക്ക് ലഭ്യമാകുന്നത് 2 വർഷങ്ങൾക്ക് മുമ്പ് കേരള നിയമസഭയിലെ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയായ ശ്രീ വി ശിവൻകുട്ടി കേരളത്തിലെ 1-ാം ക്ലാസ്സിൽ അഡ്മിഷൻ എടുത്ത കുട്ടികളുടെ എണ്ണത്തിനെ പറ്റി ഒരു നിയമസഭയിലെ ചോദ്യത്തിന് ഉത്തരം പറയുകയുണ്ടായി. ആ കണക്കനുസരിച്ച് കേരളത്തിലെ എയ്ഡഡ്, അൺഎയ്ഡഡ്, റെക്കഗ്നൈസ്ഡ് സ്കൂളുകളിലായി അഡ്മിഷൻ എടുത്ത കുട്ടികളുടെ എണ്ണം ഏകദേശം 3,50,000-ഓളം കുട്ടികളാണ്. അദ്ദേഹം ജില്ല തിരിച്ചും ആ കണക്കുകൾ നിയമസഭയിൽ ഉദ്ധരിക്കുകയുണ്ടായി. ആ കണക്കനുസരിച്ച് തിരുവനന്തപുരം ജില്ലയിൽ 22,433 കുട്ടികളും കൊല്ലത്ത് 17,024, ആ രീതിയിൽ നമ്മുടെ തിരുവനന്തപുരം തൊട്ട് എറണാകുളം വരെയുള്ള ജില്ലകളിലെ കണക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം 1,00,000-ൽ താഴെ കുട്ടികൾ മാത്രമാണ് 1-ാം ക്ലാസ്സിലെ 2 വർഷം മുമ്പ് പ്രവേശനം നേടിയത്. കൃത്യമായി പറഞ്ഞാൽ 99,487 കുട്ടികളാണ് തിരുവനന്തപുരം തൊട്ട് എറണാകുളം വരെയുള്ള തിരുവിതാംകൂർ മേഖലയിലെ സ്കൂളുകളിൽ അഡ്മിഷൻ എടുത്ത കുട്ടികളുടെ എണ്ണം. പക്ഷേ നേരെ തിരിച്ചുള്ളൊരു കണക്കാണ് നമുക്ക് മലബാർ മേഖലയിൽ കാണാൻ സാധിക്കുന്നത്. മലബാർ മേഖലയിലെ മലപ്പുറം ജില്ലയിൽ മാത്രം അഡ്മിഷൻ എടുത്ത കുട്ടികളുടെ എണ്ണം 68,517 ഇതേ രീതിയിൽ തന്നെയാണ് മലബാറിലെ ബാക്കി ജില്ലകളായ കോഴിക്കോട് 31,248 കുട്ടികൾ, കണ്ണൂർ 24,733, കാസർഗോഡ് 16,860, തൃശൂർ 26,186, പാലക്കാട് 27,514 എന്ന് പറഞ്ഞാല് മൊത്തം ജനസംഖ്യയുടെ ഏകദേശം എന്ന് വെച്ചാൽ ജനിക്കപ്പെടുന്ന കുട്ടികളുടെ 2/3 ഏകദേശം ഇപ്പോഴത്തെ മലബാർ മേഖലയിലാണ് ജനിക്കുന്നതെന്നുള്ള കണക്കാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 2011 ദേശീയ കുടുംബാരോഗ്യ സർവേയുടെ ഒരു കണക്കുകൾ ഇന്ന് നമുക്ക് ലഭ്യമാണ്. ആ കണക്കനുസരിച്ച് ഫെർട്ടിലിറ്റി റേറ്റ് TFR, ജനസംഖ്യയുടെ വർധനവിനെ പറ്റി സൂചന നൽകുന്ന ചില കണക്കുകളാണ് ഈ TFR എന്ന് പറയുന്നത്. ദേശീയ കുടുംബാരോഗ്യ സർവേ 2021 നടത്തിയ കണക്കെടുപ്പ് അനുസരിച്ച് കേരളത്തില് ഹിന്ദു ജനസംഖ്യ 100 ദമ്പതികൾക്ക് 194 കുട്ടികളാണ് ഹിന്ദുക്കൾക്കുള്ളത്.
ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുക്കളെക്കാൾ കുറവാണ് അവരുടെ TFR റേറ്റ്. 188 കുട്ടികൾ മാത്രമാണ് 100 ക്രൈസ്തവ ദമ്പതികൾക്കുള്ളത്. 100 മുസ്ലിം ദമ്പതികൾക്ക് പക്ഷേ 234 കുട്ടികൾ എന്നുള്ളതാണ് കണക്ക്. അത് നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ക്രിസ്ത്യൻ വിഭാഗത്തിന്റെയും ഹിന്ദു വിഭാഗത്തിന്റെയും TFR റേറ്റ് മോഹൻ ഭാഗവത് പറഞ്ഞ 2.1 താഴെയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അത് സ്വാഭാവികമായിട്ടും നമ്മൾ നോക്കണം. 2 വർഷം മുമ്പ് 5 വയസ്സുള്ള ഒരു കുട്ടി ഏകദേശം 13 വർഷങ്ങൾ കഴിയുമ്പോൾ 18 വയസ്സുള്ള വോട്ടവകാശമുള്ള ഒരു പൗരനായി മാറുകയാണ്. ആ സമയത്ത് കേരളത്തിന്റെ രാഷ്ട്രീയ ഭാഗതയെ നിർണ്ണയിക്കാൻ ഏകദേശം 25% കുട്ടികളും, മൊത്തം 1-ാം ക്ലാസ്സിൽ അഡ്മിഷൻ എടുത്ത കുട്ടികളുടെ 25% കുട്ടികളും മലപ്പുറം പോലുള്ളൊരു മുസ്ലിം ഭൂരിപക്ഷ ജില്ലയിലാണ് എന്ന് പറയുമ്പോഴാണ് കേരളത്തിലെ ഹിന്ദു വളരെ അപകടകരമായ രീതിയിൽ എണ്ണത്തിൽ കുറവ് വന്നുകൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കുന്നത്. മറ്റൊരു കണക്ക് നമുക്ക് ലഭ്യമാണ്. 1961 കേരളപ്പിറവി 1956 നവംബർ 1-നായിരുന്നു. 1956 നവംബർ 1-ന് ശേഷം നടന്ന ഔദ്യോഗികമായ സെൻസസ് 1961-ലായിരുന്നു. അന്ന് കേരളത്തിലെ മൊത്തം ജനവിഭാഗത്തിന്റെ 60.9% കേരളത്തിലെ ഹിന്ദു ജനസംഖ്യ. ആ സാഹചര്യത്തില് ക്രൈസ്തവരുടെ എണ്ണം 21.2%, മുസ്ലിങ്ങളുടേത് 17.9%ആയിരുന്നു 61-ലെ സെൻസസ് അനുസരിച്ച്. പക്ഷേ 2011 നടന്ന ഏറ്റവും അവസാനത്തെ ഔദ്യോഗികമായ സെൻസസ് റിപ്പോർട്ട് അനുസരിച്ച് ഹിന്ദു ജനസംഖ്യ 60.9 നിന്ന് 54.73, മുസ്ലിം ജനസംഖ്യ 17.9 നിന്ന് 26.56% വർദ്ധിച്ചു എന്നുള്ള ഒരു കണക്ക് ലഭ്യമാണ്. ഈ കണക്കുകളുടെ സൂചന. മറ്റൊരു കണക്ക് നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത്, ഹിന്ദു ഭൂരിപക്ഷ ജില്ല എന്ന് വിശേഷിപ്പിക്കാവുന്ന പത്തനംതിട്ട ജില്ലയില് വി ശിവൻകുട്ടി പറഞ്ഞ കണക്കനുസരിച്ച് 1-ാം ക്ലാസ്സിൽ അഡ്മിഷൻ എടുത്ത കുട്ടികളുടെ എണ്ണം വളരെ തുലവും കുറവാണ്. 6554 കുട്ടികൾ മാത്രമാണ് 1-ാം ക്ലാസ്സിൽ പത്തനംതിട്ട ജില്ലയിൽ 2 വർഷങ്ങൾക്ക് മുമ്പ് പ്രവേശനം നേടിയത്. ഈ കണക്കുകൾ സൃഷ്ടിക്കുന്ന ആശങ്ക വളരെ വലുതാണ്. കേരളത്തിലെ ഹിന്ദു ജനസംഖ്യ കുത്തനെ കുറയുന്നു എന്നുള്ളതിന്റെ പ്രകടമായ സൂചനയാണ് ഈ കണക്കുകൾ. നമുക്കറിയാം, ഇനി നടക്കാൻ പോകുന്ന കന്യാകുമാരി ഔദ്യോഗികമായ സർക്കാർ സെൻസസ് നടക്കുമ്പോൾ തീർച്ചയായിട്ടും കേരളത്തിലെ ഹിന്ദു ജനസംഖ്യ 50%-ൽ താഴെയായി മാറുമെന്നുള്ളത് നഗ്ന സത്യമാണ്, യാഥാർത്ഥ്യമാണ്. വരുന്ന 2-3 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കഴിയുമ്പോഴേക്കും കേരളത്തിലെ വോട്ടർമാരിൽ 18 വയസ്സിന് മുകളിലുള്ള പ്രായപൂർത്തി വോട്ടവകാശമുള്ള വ്യക്തികളുടെ മഹാഭൂരിപക്ഷവും കേരളത്തിലെ ഇസ്ലാമിക വിഭാഗത്തിൽ നിന്നുള്ള ആൾക്കാരായി മാറാനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല. ഇതാണ് മോഹൻ ഭാഗവത് സൂചിപ്പിച്ച സന്ദേഹം. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കണക്ക്. അതെ, ഇങ്ങനെ പോയാൽ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ അനുഭവിക്കുന്ന യാത്രകളും ബുദ്ധിമുട്ടുകളും കേരളത്തിലേക്ക് ഹിന്ദുവിനെ തേടിയെത്തുന്ന കാലം അതിവിദൂരമല്ല. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെ മുറിച്ച കട്ടിംഗ് സൗത്തിന്റെ ഭാഗമായി ഭാരതത്തിനുള്ളിൽ ഒരു അൽ കേരളവും രൂപസാധ്യത തള്ളിക്കളയാൻ നമുക്ക് സാധിക്കില്ല.